അമേരിക്കയെ നേരിട്ട് ഇറാന് ആക്രമിക്കാൻ കഴിയുമോ എന്ന പ്രധാനപ്പെട്ട ചോദ്യം നിലനിൽക്കുമ്പോഴാണ് കഴിഞ്ഞ ദിവസം ഒരു പ്രധാനപ്പെട്ട വാർത്ത വരുന്നത്. ഇറാൻ ക്ലെയിം ചെയ്യുന്നത് 10,000 കിലോമീറ്റർ ദൂരെ സഞ്ചരിക്കാൻ, അത്രയും ദൂരെ ആക്രമിക്കാൻ സാധിക്കുന്ന ICBM ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷിച്ചിട്ടുണ്ട്. പരീക്ഷണം വിജയകരമായിരുന്നു എന്നാണ് ഇറാൻ പറയുന്നത്. ഇത്തരം മിസൈലുകൾക്ക് ആണവ പോർമുന വഹിക്കാനുള്ള കഴിവുകളും ഉണ്ടാകും എന്നതാണ് ഇവിടെ ഏറ്റവും ഗുരുതരമാകുന്ന കാര്യം. ഈ വരുന്ന വാർത്ത ശരിയാണ് എങ്കിൽ അത് കൃത്യമാണോ എന്ന കാര്യം നമുക്ക് വ്യക്തമല്ല. എങ്കിൽ പോലും അങ്ങനെ ഒരു സാധ്യത നമ്മൾ മുന്നിൽ വെക്കുമ്പോൾ ഇറാന് ഇത്തരം ഒരു മിസൈൽ ഉണ്ട് എങ്കിൽ അമേരിക്കയുടെ ഏതെല്ലാം ഭാഗങ്ങൾ ആക്രമിക്കാൻ സാധിക്കും? ഇറാനിൽ നിന്നും 10,000 കിലോമീറ്റർ ദൂരെ ആക്രമിക്കുമ്പോൾ, അല്ലെങ്കിൽ 10,000 കിലോമീറ്റർ സഞ്ചരിക്കാൻ പറ്റിയ മിസൈൽ കൊണ്ട് അമേരിക്കയെ ആക്രമിക്കാൻ പറ്റുമോ എന്നതാണ് നമ്മളിവിടെ പരിശോധിക്കുന്നത്. പ്രധാനമായും നമുക്കറിയാം, അമേരിക്കയുടെ വളരെ പ്രധാനപ്പെട്ട ചില നഗരങ്ങളെ ആക്രമിക്കുവാൻ ഇറാന് ഇത്തരം ഒരു മിസൈൽ ഉണ്ടെങ്കിൽ സാധിക്കുമെന്നതാണ് ഇവിടെ പ്രധാനപ്പെട്ട കാര്യം. ഒന്നാമത്തേത്, ബോസ്റ്റൺ ആക്രമിക്കാൻ സാധിക്കും. അതുപോലെ ന്യൂയോർക്ക്, വാഷിംഗ്ടൺ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഫിലാദൽഫിയ, അതുപോലെ തന്നെ ഫ്ലോറിഡ, അതുപോലെ മിയാമി, ഇങ്ങനെയുള്ള ചിക്കാഗോ, അതുപോലെ അറ്റ്ലാന്റ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട അമേരിക്കയുടെ സിറ്റികൾ ആക്രമിക്കാൻ ഇറാന് ഇത്തരം ഒരു മിസൈൽ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ സാധിക്കും എന്നത് വളരെ ഗുരുതരമായ ഒരു വാർത്തയാണ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം. കാരണം ഇറാന് ആണവായുധം ഉണ്ടോ ഇല്ലേ എന്ന കാര്യം സംശയിക്കുന്നു. എന്തായാലും സമ്പുഷ്ടീകരിച്ച യുറേനിയം ഇറാന്റെ കയ്യിൽ ഉണ്ട് എന്നത് അമേരിക്കയും ഇസ്രയേലും സമ്മതിക്കുന്നു. അതേസമയം ഇത് ഇറാനും നിഷേധിച്ചിട്ടില്ല. എന്നാൽ ഇതൊരു വാറുകെട്ടായി മാറുകയാണ് എങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഏതാനും ചില മിസൈലുകൾ മാത്രം ഇറാൻ ഉപയോഗിച്ചാൽ അത് അമേരിക്കയെ തകർക്കാനും സാധിക്കുമെന്നതാണ് ഇവിടെ അമേരിക്കയെ പോലും ആശങ്കപ്പെടുത്തുന്നത്. മാത്രമല്ല, ഇറാന്റെ മിസൈലുകൾ ഇസ്രയേൽ ആക്രമണത്തിലൂടെ അമേരിക്കയും ഇസ്രയേലും ഒക്കെ കണ്ടിട്ടുള്ളതാണ്. അതായത് ഇറാന്റെ എല്ലാ മിസൈലുകളെയും അമേരിക്കയുടെ താടാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിരോധ സംവിധാനമെങ്കിൽ ആ താടിന് പോലും അതിനെ പ്രതിരോധിക്കാൻ കഴിയില്ല എന്നതാണ് നമുക്ക് കഴിഞ്ഞ യുദ്ധത്തിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. കാരണം ഒന്നാമത്തേത്, 16-17 മാക്ക് സ്പീഡിൽ വരുന്ന ഒരു ബാലിസ്റ്റിക് മിസൈൽ അതിനെ തകർക്കുക എന്നത് വളരെയധികം സങ്കീർണമായ കാര്യമാണ്. ഇനി പ്രതിരോധിക്കുകയാണെങ്കിൽ പോലും കേവലം 20-25% മാത്രമേ പ്രതിരോധിക്കാൻ കഴിയുകയുള്ളൂ. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഖാംനഈ, ഇറാന്റെ പരമോന്നത നേതാവ് വധിക്കപ്പെടുകയോ അവർക്കെതിരെ വധശ്രമം നടത്തുകയോ ചെയ്തു കഴിഞ്ഞാൽ അതൊരു ടോട്ടൽ വാറായിരിക്കും എന്ന് അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ അത് അമേരിക്കയെയും ആക്രമിക്കും. അമേരിക്കയുടെ താല്പര്യങ്ങൾ എവിടെയെല്ലാം ഉണ്ടോ, അതായത് ഇറാന്റെ മുന്നിൽ സാധ്യമായ ഏത് ലക്ഷ്യങ്ങളെയും, അതേപോലെ തന്നെ അവർക്ക് സാധ്യമായ ഏത് ആയുധങ്ങളും വെച്ച് ആക്രമിക്കും എന്ന് തന്നെയാണ് അത് സൂചിപ്പിക്കുന്നത്. ഇത് വലിയൊരു മുന്നറിയിപ്പ് തന്നെയാണ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മിസൈലുകൾ ഉണ്ട് ഇറാന്റെ കയ്യിലെങ്കിൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പേടിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ട് എന്ന് അമേരിക്കയും ഇപ്പോൾ മനസ്സിലാക്കുന്നു.